കറയും വാട്ടവും ചുളുക്കും ഒക്കെ ഏറി ഈ ലോകത്തിന്റെ മധ്യത്തിൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി നാം ഇരുന്ന് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഇതിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിന്റെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്നത് സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം. ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അതിന്റെ 9-ാം വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവ സർവ്വഭൂമിക്കും രാജാവാകും, അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. പ്രിയമുള്ളവരെ, നാം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ അല്ലെങ്കിൽ നാം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശയാണ് കർത്താവിന്റെ രണ്ടാം വരവെന്നുള്ളത്. നമ്മുടെ ദൈവം ത്രിയേകനായ ദൈവം. അതായത് പഴയ നിയമത്തിൽ യഹോവ എന്ന നാമം, പുതിയ നിയമത്തിൽ പുത്രനായ ക്രിസ്തു. അതായത് ഇന്ന് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനായി വെളിപ്പെട്ടു വരുന്നു. അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം: സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അതുപോലെ തന്നെ 22-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ പറയുന്നു: അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകിയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് തന്റെ ലേഖനത്തിലൂടെ ഉറപ്പുവരുത്തിയ ഒരു കാര്യമുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വാക്യമാണ്: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകുമെന്ന് നാം അറിയുന്നു. ഈ പ്രത്യാശയുള്ള നാം കർത്താവിന്റെ വരവിനായി ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നും ഏൽക്കാതെ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ അവനോട് കൂടെ പറന്നു പോകുവാൻ അവനായി നമുക്ക് കാത്തിരിക്കാം. കറയും വാട്ടവും ചുളുക്കും ഒക്കെ ഏറി ഈ ലോകത്തിന്റെ മധ്യത്തിൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി നാം ഇരുന്ന് അവന്റെ വരവിനായി നാം ഒരുങ്ങിയിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.